ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പല്ലി ചതച്ചു. എന്താണാവോ അതിൻ്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല. എനിക്കിന്ന് തോന്നി ഇന്ന് നിങ്ങളോട് ഇത്തിരി നേരം ഇങ്ങനെ കുറച്ച് കുശല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ മാല ഇഷ്ടമായോ? ഇത് എൻ്റെ താഴെ മോള് ചെയ്യുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ഒരു മീറ്റിങ്ങിന് ഞാനൊരു 5 കൈ പിടിച്ച് പോയേ. അതിൽ 4 ചിലവായി, അപ്പം തന്നെ പോയി. പിന്നെ 5 ഒരെണ്ണം ബാക്കി വന്നു. അത് ഞാൻ എടുത്തിട്ടതായിപ്പോൾ മോള് പോയി, കുന്നംകുളത്തേക്ക് പോയി. ഇന്നിപ്പോൾ 4 ദിവസമായി പോയിട്ട്. അപ്പോൾ ഈ ഒരെണ്ണം ബാക്കി വന്നപ്പോൾ അത് ഞാനിന്ന് എടുത്ത് ഇട്ട് നോക്കി, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കുഴപ്പമില്ല അല്ലേ? അപ്പോൾ എൻ്റെ പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയണം. എൻ്റെ പേര് മണി എന്നാണ്. എനിക്കൊരു മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി ദൂരെ ഇരുന്നിട്ട് സംസാരിച്ചേനെ. ഇത് മൈക്കില്ല, വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. പിന്നെ എൻ്റെ പേര് മണി എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ജനിച്ചത് കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടുന്ന് കുഞ്ഞായിരിക്കെ തന്നെ അമ്മയുടെ നാട്ടിലേക്ക് വന്നു, തൊടുപുഴ കരിമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പിന്നെ അവിടെ ഒരു 17-18 വർഷത്തോളം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ വന്നിട്ട് ഇപ്പോൾ ഒരു 33 വർഷത്തോളമായി. എങ്കിലും ജീവിതത്തിലെ ഓർമ്മകൾ മുഴുവനും കിടക്കുന്നത് കരിമണ്ണൂരാണ്. ആ പാടങ്ങളും ആ തോടും ഓലമേഞ്ഞ വീടും ഓലപ്പുര ഓണം വരെ എന്നാ പറയാം. ഈ ഓണം അങ്ങോട്ട് കഴിഞ്ഞാൽ മൊത്തം ചോരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനും എൻ്റെ ചേച്ചിയും അടുക്കളയിലാണ് കിടക്കണത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്യും, ഒരു കോള് കയറി വന്നതാണ്. അത് എടുക്കേണ്ടതായ കോളായിരുന്നു, അല്ലെങ്കിൽ ഞാനത് മാറ്റിവിട്ടേനെ. പറഞ്ഞു വന്നത് ഓർമ്മകൾ മുഴുവൻ നിൽക്കുന്നതും കരിമണ്ണൂർ എൻ്റെ ആ നാട്ടിലാണ്. 1ാം ക്ലാസ്സിൽ പോയതും 7 വരെ ഒരു NSSൻ്റെ സ്കൂളായിരുന്നു. ഇതൊക്കെ ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കാം. 7 വരെ NSSൻ്റെ സ്കൂളായിരുന്നു. 8, 9, 10 ഒരു ക്രിസ്ത്യൻ സ്കൂളായിരുന്നു, സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ. അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പോഴും എൻ്റെ സഹപാഠികൾ എൻ്റെ ഒപ്പമുണ്ട്. അതുകൊണ്ട് ഇന്നിങ്ങനെയൊക്കെ ഞാൻ ജീവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ കൂടെ ഒപ്പം പഠിച്ച എൻ്റെ സഹപാഠികളാണ്. പിന്നെ 10ാം ക്ലാസ് ഞാൻ റിസൾട്ട് അറിഞ്ഞിട്ടില്ല. അറിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മൂത്ത സഹോദരൻ എന്നോട് പറഞ്ഞു, മതി, പെൺകുട്ടികൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി, നിർത്തിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തി. വലിയ പ്രായമായ ചേച്ചിമാരുടെ കൂടെയൊക്കെ പാടത്തും പറമ്പിലൊക്കെ പണികൾക്ക് ഇറങ്ങി. പിന്നെ അവിടുന്ന് ഒരു 17-18 വയസ്സ് 18 വയസ്സ് അപ്പോഴത്തേക്കും ഇവിടേക്ക് വന്നു, തൃശ്ശൂർക്ക് വന്നു. തൃശ്ശൂർ വന്നാലും കാര്യങ്ങളൊക്കെ അത് തന്നെ, പണിക്ക് പോവുക, അങ്ങനെ കഴിഞ്ഞു പോന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ 23ാമത്തെ വയസ്സിൽ എനിക്ക് കല്യാണം. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ആൾ വന്നിട്ട് വീട്ടിൽ സംസാരിച്ചു, കല്യാണം നടന്നു. ഭാസ്കരൻ എന്നായിരുന്നു പേര്. ആളുടെ നാട് പാല ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 17 വർഷക്കാലം ജീവിച്ചു. 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്. മൂത്ത മോൾ ശാലിനി, ഒരു 6 വയസ്സിൻ്റെ ഡിഫറൻസിൽ രണ്ടാമത്തെ ആളുണ്ടായി, പാർവതി. അങ്ങനെ എനിക്കൊരു 39 വയസ്സ് ആ സമയത്തിൽ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി ആൾ ഈ ലോകത്ത് നിന്ന് തന്നെ പോയി. അപ്പോൾ ഞാൻ 16 വയസ്സിലെ തൊട്ട് കഷ്ടപ്പാടിൻ്റെ, അതായത് നമുക്കന്ന് ഭാവിയെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, സ്വയം മനസ്സിലാക്കുന്ന കുറേ അറിവുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. നമുക്ക് കുടുംബത്തിൽ നിന്നൊന്നും അങ്ങനെയുള്ള അറിവുകൾ കിട്ടിയിട്ടില്ല, അതാണ് സത്യം. നമ്മളോട് ആരും ഭാവിയെക്കുറിച്ച് മോഹന സ്വപ്നങ്ങൾ നെയ്യാനുള്ളതൊന്നും പറഞ്ഞു തന്ന, അല്ലെങ്കിൽ കേട്ട ഒരറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ
പോരാട്ടമായിരുന്നു ജീവിതം മുഴുവൻ. എന്താണ് ജീവിതം എന്ന് മനസ്സിലാക്കിയ കാലം തൊട്ട് ജീവിത ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഏതാണ്ട് ഒരു പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. സത്യം അതാണ്. ഞാൻ പല്ലി അപ്പോഴും ചലച്ചു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് എൻ്റെ 2 മക്കളും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്നുണ്ട്. എനിക്കും അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഹാപ്പിയാണ്. ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണെങ്കിൽ പോലും ഒരു അമ്മ എന്ന അത് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ എന്ന് വെച്ച് നോക്കുമ്പോൾ അവർക്കൊന്നും നൽകുന്നതിനായിട്ട് സാധിച്ചിട്ടില്ല ഇന്ന് വരെ. 2 മക്കളുണ്ട്, ഓരോരുത്തർക്കും ഓരോ കുട്ടികൾ. അപ്പോൾ എനിക്ക് 2 പേരക്കുട്ടികളുണ്ട്. അപ്പോൾ അവരിലേക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒരു വിദ്യാഭ്യാസത്തിനായാലും ഒക്കെ ഒരു കൈത്താങ്ങാവണം എന്നുള്ളതാണ് ഇനി എൻ്റെ ജീവിത ലക്ഷ്യം. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് എൻ്റെ ഒരു സ്വഭാവം കൂടി അങ്ങനെയാണ്. അയ്യോ എന്ന് പറയുന്നിടത്ത് ഞാൻ ഓടിയെത്തുന്ന ഒരാളാണ്. പ്രധാനമായിട്ട് നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഒന്നും ഇല്ലാത്തതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ. 2 മക്കളുടെ വിവാഹം, 2 മക്കളുടെ വിവാഹമാണെങ്കിലും 3 വിവാഹം എന്ന് വേണം പറയാൻ. ഒരാൾക്കൊരു ഡിവോഴ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നടത്തി പോകുന്നത് ഞാൻ ഒരാൾ മാത്രമാണ്. ഒരു 5 പൈസയുടെ സഹായം ഇതിനൊക്കെ ആയിട്ട് ആരെങ്കിലും തന്നു എന്ന് പറയാൻ ഇല്ല. അങ്ങനെ പറയാൻ ആരുമില്ല. ദാ ഇത് നീ പിടിച്ചോ, അല്ലെങ്കിൽ ഇത് അതിലേക്ക് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇതുകൊണ്ട് നീ മക്കൾക്കൊരു പേന വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ചോളൂ എന്ന് പറയാൻ ഒരാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എന്നും തല കുനിക്കുന്നത്, ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്നത് എൻ്റെ കൈ പിടിച്ച ഒരു സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ എനിക്കൊരു ഭവനം, അതിന് എൻ്റെ ഒപ്പം നിന്ന എൻ്റെ സഹപാഠികളുടെ മുന്നിൽ മാത്രമാണ്. അവരോട് ഞാൻ എത്ര 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 നന്ദി പറഞ്ഞാലും തീരില്ല. പേര് പറയാനാണെങ്കിൽ കുറേ പേരുണ്ട്. ഒരു ഫ്ലവർലെറ്റ് ഉണ്ട്, ഒരു മെർലിൻ ഉണ്ട്, ഒരു ഷിബു കെ ജോസ്, അൽഫോൻസ്, സുധീർ, വിൻസെൻ്റ്, സിനോജ്, സന്തോഷ്, അങ്ങനെ കുറേ പേര്. അപ്പോൾ അവരുടെയൊക്കെ പേരെടുത്ത് പറയുമ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ തീരാത്ത, മരിച്ചാലും മറക്കാൻ പറ്റാത്ത നന്ദിയും കടപ്പാടും എനിക്കുണ്ട്. വേറെ ഈ ഭൂമിയിൽ ഒരാളോടും എനിക്കൊരു കടപ്പാടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് നിസ്സാരം, ഞാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെ അനുഭവിച്ച ആ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ നിസ്സാരം കുറച്ച് സാമ്പത്തിക ബാധ്യത കൂടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ഇരുന്നാൽ എന്നെപ്പോലെ വിഷമിച്ച, അല്ലേ, ഒരുപാട് വിഷമിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു കൈത്താങ്ങ് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അതുപോലെയുള്ള സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്ത്രീകൾ അല്ലെങ്കിൽ പ്രായമായ ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ ആരെങ്കിലും ഭഗവാനെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന്. ഇപ്പം ഞാൻ ഇന്ന് അച്ചായൻ എന്ന് പറയുന്ന ഒരു ചാനൽ കാണാനുണ്ട്. ഞാൻ കാണാറുണ്ട് കേട്ടോ, അച്ചായൻ്റെ ചാനൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയും ഒരാങ്ങളെയും, അവർക്ക് അമ്മയില്ല, അച്ഛൻ ഒരു കിടപ്പ് രോഗിയാണ്. ആ സമയത്ത് ഈ അച്ചായൻ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക, ദൈവത്തിന് തുല്യമായൊരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി പറയാം, ഹൗസ് ഓണർക്ക് 30,000 രൂപ വാടക കൊടുക്കാനുണ്ട്. ചിലപ്പോൾ മാസം ഒരു 5,000, 6,000, 7,000 ആയിരിക്കാം വാടക. അപ്പോൾ അതങ്ങനെ പെരുകി 30,000 രൂപയായി. അപ്പോൾ ഈ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ, ഈ കുട്ടിക്ക് ഒരു 10-20 വയസ്സുണ്ട്, പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ ഹൗസ് ഓണർ ഈ കുട്ടിയുടെ അപമര്യാദയായിട്ട് പെരുമാറിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ഈ അച്ചായൻ കയറി ചെല്ലുന്നതും അവരെ അവിടെ നിന്ന് ഇറക്കി. അവർക്കൊരു ഒരു ഒരു വലിയ വീടാണ് കേട്ടോ, ഒരു പഴയതാണെങ്കിലും നല്ലൊരു
കോൺക്രീറ്റ് കെട്ടിടം, ഇത് നിങ്ങളുടെ വീടാണെന്ന് പറഞ്ഞിട്ട് അത് വാടകയ്ക്കാണോ അല്ലയോ എന്നുള്ള കാര്യം ചാനലിൽ പറയുന്നില്ല. അപ്പോൾ അതൊരു സംശയമുണ്ട്. എങ്കിൽ പോലും ഇത് നിങ്ങളുടെ വീടാണ്, സന്തോഷമായില്ലേ? അല്ല, ആ പഴയ വീട്ടിൽ വെച്ചിട്ട് 30,000 രൂപ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ, അതായത് ഹൗസ് ഓണറിൻ്റെ മുഖത്തെറിഞ്ഞ് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇവരെ ഒരു ഷോർട്ട് വീഡിയോ, ഇവരെ തന്നെ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് നിങ്ങളുടെ വീടാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ കുട്ടിയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചോളൂ എന്ന് പറയുമ്പം എനിക്ക് തോന്നണോ അത് അവർക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കൊടുത്ത ഒരു വീടാണെന്ന്. അറിയില്ല കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു നല്ല ഇടപെടൽ അവിടെ ഉണ്ടായി. ഇതുപോലെ തന്നെ ഞാനും വിചാരിക്കുന്നു. ദൈവം കുറച്ചും കൂടി ആയുസ്സും തന്ന് ആരോഗ്യവും ഇതുപോലെയൊക്കെ അങ്ങോട്ട് തന്ന് എൻ്റെ ബാധ്യതകളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതായിരിക്കും. അല്ലാതെ മറ്റൊരു വിവാഹത്തിനോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ 17 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടവളാണ്. ഇനി എനിക്ക് അങ്ങനെ ഒരു ജീവിതമേ വേണ്ട. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ. എൻ്റെ ഒപ്പം നിൽക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, സീ യു.